ഇന്നെന്തോ പരിപാടി? എങ്ങാണ്ട് പോകാനുള്ള തത്രപ്പാടിലാന്ന് തോന്നുന്നല്ലോ. എവിടാ സർക്കിട്ടിന്ന്? മോനെ വിളിക്കുക, പോവുക. മറ്റേ അച്ഛനുള്ളപ്പം അച്ഛനെ നോക്കണ്ടായിരുന്നോ? ഇപ്പം പണ്ടും മക്കളെ വിളിച്ച് ആ മക്കളെ വിളിച്ച് അപ്പോഴേ സ്ഥലം വിടുന്ന ജോലിയാ അമ്മയ്ക്ക്. ഇന്ന് എവിടെ പോകാനാ? എനിക്കിഷ്ടമുള്ളടത്ത് പോകും. അമ്മയ്ക്ക് ഇഷ്ടമുള്ളടത്ത് പോകും. അമ്മയുടെ ഒരു ഇത് കണ്ട അമ്മ. സ്വഭാവം തന്നെ. ഞാൻ അച്ഛൻ്റെ തനിയാണെന്ന് ഞാൻ. അമ്മ ചുമ്മാ തമാശ പറയുന്നതാ. അമ്മയുടെ അച്ഛനെ പണ്ട് വലിയ കയറ്റുമതിക്കാരനല്ലായിരുന്നു. കയറ്റുമതി എക്സ്പോർട്ടറായിരുന്നു. കയറായിരുന്നു എക്സ്പോർട്ട് ചെയ്തിരുന്നത്. അന്ന് കൊല്ലം കയറ് അമ്മയുടെ അച്ഛൻ്റേതായിരുന്നു. കൊല്ലം ആലപ്പുഴയിൽ നിന്നായിരുന്നു അന്ന് വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക്, അല്ലയോ, പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയായിരുന്നു. അന്ന് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല. അന്ന് പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കയറ് തന്നെ വേണമായിരുന്നു. അന്ന് പടിഞ്ഞാറ് എല്ലാത്തിനും കയറ് തന്നെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. കപ്പൽ വരെ കെട്ടാൻ കയറ് വേണമായിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ കയറ്റി അയച്ചുകൊണ്ടിരുന്നപ്പോഴേ രണ്ടാം ലോക മഹായുദ്ധം മുതൽ തുടങ്ങിയ വ്യാപാരമായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ കയറ് കയറ്റുമതി. അപ്പോൾ അത് 10,000-കണക്കിന് ആൾക്കാർ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ജോലിക്കാരായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അച്ഛൻ വീട്ടുകാർ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ മധ്യവർഗ രീതിയിലുള്ളതായിരുന്നു. പക്ഷേ എല്ലാവരും ഭയങ്കര ഉയർന്ന വിദ്യാഭ്യാസവും സംസ്കൃതവും തമിഴും ഇംഗ്ലീഷും സംഗീതവും അറിയാവുന്നവരാ. അമ്മയുടെ വീട്ടുകാർ പൈസയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എന്തായാലും കൊള്ളാം. ഒരു പ്രാവശ്യം കയറ് കയറ്റി അയച്ചപ്പോഴേ ഒരു കണ്ടെയ്നർ, അമ്മയ്ക്കത് പറയുമ്പോൾ ദേഷ്യം വന്നിട്ട് ഇപ്പം ചിരിക്കുന്നുണ്ടോ, ഒരു കണ്ടെയ്നർ കയറ് മുഴുവൻ കത്തിപ്പോയി. അന്ന് ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇൻഷുറൻസ് ഉള്ള കാലമൊന്നുമല്ല. വേൾഡ് വാർ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീടാണ് ഇൻഷുറൻസൊക്കെ വരുന്നത്. അതാണ് അന്ന് ഒരുപാട് നഷ്ടം വന്നു അപ്പൂപ്പന്. അമ്മയുടെ അച്ഛന് വേണ്ട, ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ നല്ല ചട്ടമ്പിയുമായിരുന്നു. അമ്മയും രണ്ടും കൂടെ രണ്ട് വ്യത്യസ്ത രീതിയാണ്. പക്ഷെ അമ്മ ഒതുങ്ങി. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കല്യാണം കഴിച്ചല്ലായിരുന്നോ? അമ്മ ഒതുങ്ങി മക്കളെ വളർത്തി. ഇപ്പം അമ്മ കുഴപ്പമൊന്നുമില്ല, ഇതായിരിക്കുന്നത്.